നമ്മുടെ ചാനലിൽ ഇപ്പോൾ പഴയകാല വീഡിയോസും ഹിസ്റ്റോറിക്കൽ എലമെന്റ്സും മാത്രമേ കാണിക്കാറുണ്ടായിരുന്നുള്ളൂ. പുതിയ ന്യൂസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാറില്ലായിരുന്നു. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ആ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കി പോകുന്ന ഒരു എപ്പിസോഡും കൂടി തുടങ്ങിയാലോ എന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് ഡബ്ല്യുഡബ്ല്യുഇയിൽ നടന്നത് എന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് നോക്കിയിട്ട് വരാം. ഇതുപോലെയുള്ള വീഡിയോ ഇനിയും തുടരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനുവരി 6-ാം തീയതിയാണ് നെറ്റ്ഫ്ലിക്സിലേക്ക് ഡബ്ല്യുഡബ്ല്യുഇയുടെ റോ എപ്പിസോഡ് ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഷോ നടന്നു കഴിഞ്ഞാലും 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ ഷോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഡൗൺലോഡ് ചെയ്ത് അതിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ് നെറ്റ്ഫ്ലിക്സ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 2024 ഡബ്ല്യുഡബ്ല്യുഇയിൽ നിന്നും പോയിട്ടുള്ളതാണ് ബ്രോക്ക് ലെസ്നർ. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കേസ് പ്രകാരമായിരുന്നു ബ്രോക്ക് പോയിട്ടുണ്ടായിരുന്നത്, ഒരു ലോ സ്യൂട്ട് പ്രകാരം. ഇതിനുശേഷം ബ്രോക്കിനെ പിന്നീട് തിരിച്ചു കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോക്ക് ലെസ്നർ ഇനി ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് വരാനുള്ള ചാൻസുകൾ തീരെയില്ല എന്ന് തന്നെയാണ്. ഡബ്ല്യുഡബ്ല്യുഇയുടെ ബോക്സിംഗ് ഡേ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഷോ നടക്കുന്നുണ്ട്. ആ ഒരു ഷോയിൽ ലുഡ്വിഗ് കെയ്സർ വേഴ്സസ് സിഎം പങ്ക് തമ്മിലുള്ള ഒരു മാച്ച് ഡബ്ല്യുഡബ്ല്യുഇ കൺഫേം ചെയ്തിട്ടുണ്ട്. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ചിട്ടായിരിക്കും ഇവർ തമ്മിലുള്ള മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. സിഎം പങ്കിന് NXTയോടുള്ള ഒരു താല്പര്യം തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. മിക്കവാറും അദ്ദേഹത്തിന്റെ ഡബ്ല്യുഡബ്ല്യുഇ കരിയർ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ NXTയിൽ ഒരു ഡെവലപ്മെന്റൽ റോളിൽ സിഎം പങ്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതേ മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ ഒരു മാച്ചിൽ സെത്ത് റോളിൻസ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു മാച്ചും കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഹൗസ് ഷോ ആണ്, അതുകൊണ്ട് നമുക്ക് ലൈവ് ഫുട്ടേജുകളോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ടിവിയിൽ സംപ്രേഷണവും ചെയ്യില്ല. ഈ ഒരു മാച്ചിലേക്ക് ആദ്യം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ബ്രോൺസൺ റീഡിനെ ആയിരുന്നു. പക്ഷേ ബ്രോൺസൺ റീഡിന് ഇപ്പോൾ ഇഞ്ചുറി പറ്റിയത് കാരണം തന്നെയായിരുന്നു ബ്രോൺസന് പകരം ഡൊമിനിക് മിസ്റ്റീരിയോയെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. റെസിൽമേനിയയ്ക്ക് ശേഷം മാത്രമേ ഇനി ബ്രോൺസൺ റീഡ് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെ അറിയാൻ കഴിയുന്നു. ഡബ്ല്യുഡബ്ല്യുഇയിൽ പണ്ടുണ്ടായിരുന്ന വിങ്ഡ് ഈഗിൾ ചാമ്പ്യൻഷിപ്പ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലൂടെ തിരിച്ചു വന്നത് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞല്ലോ. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാൻ കാരണം ഏറ്റവും കൂടുതൽ ഫാൻസ് പഴയകാല ചാമ്പ്യൻഷിപ്പുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള പല ടൈറ്റിലുകളും വരാനുള്ള ചാൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. ജോൺസിനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കറക്കുന്ന ബെൽറ്റ് തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വിങ്ഡ് ഈഗിൾ ബെൽറ്റ് ഇനി തിരിച്ചു പോകാതെ വീണ്ടും ഡബ്ല്യുഡബ്ല്യുഇയിൽ തന്നെ തുടരുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഡബ്ല്യുഡബ്ല്യുഇയിൽ ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് വരുന്നു എന്നുള്ളതിന്റെ വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. റോമൻ റെയിൻസ് വേഴ്സസ് സോളോ തമ്മിലുള്ള മാച്ച് നെറ്റ്ഫ്ലിക്സിൽ വെച്ച് നടക്കുന്നുണ്ട്. ആദ്യത്തെ റോ എപ്പിസോഡിൽ ആ ഒരു മാച്ച് മിക്കവാറും ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രൈബൽ ചീഫ് ചാമ്പ്യൻഷിപ്പ് ഡബ്ല്യുഡബ്ല്യുഇ കൊണ്ടുവരാം എന്നുള്ളതെല്ലാം തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പല റിപ്പോർട്ടുകളും കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിഎം പങ്ക് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള മാച്ച് ആയിരുന്നു നെറ്റ്ഫ്ലിക്സിലെ ആദ്യത്തെ റോ എപ്പിസോഡിൽ മെയിൻ ഇവന്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മാറിയിട്ട് റോമൻ വേഴ്സസ് സോളോ തമ്മിലുള്ള മാച്ച് ആയിരിക്കും മെയിൻ ഇവന്റ് ആയി നടക്കാൻ സാധ്യതയുള്ളത് എന്ന് തന്നെയാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു മാച്ചിൽ റോക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ്. 2024 ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന സിഎം പങ്കിനെതിരെ കിഡിലൻ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൂ മെക്കിൻഡയറിന്റെ 2025 ഇതിനേക്കാൾ അടിപൊളിയായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മെക്കിൻഡയറിനെ ഒരു അപ്പർ മെയിൻ ഇവന്റ് റെസ്ലറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതായത് മെയിൻ ഇവന്റ് റെസ്ലറിനേക്കാൾ ഏറ്റവും മുകളിൽ റോമൻ റെയിൻസ് എല്ലാം തന്നെ നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഡ്രൂ മെക്കിൻഡയറിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യുഡബ്ല്യുഇ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. കോഡി റോഡ്സിനെതിരെയുള്ള സ്റ്റോറി ലൈൻ എല്ലാം തന്നെ ഡബ്ല്യുഡബ്ല്യുഇ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡബ്ല്യുഡബ്ല്യുഇ ഇടയ്ക്കിടയ്ക്ക് നടത്താറുള്ള പരിപാടിയാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡബ്ല്യുഡബ്ല്യുഇ സൂപ്പർ സ്റ്റാർസിനെ അവരുടെ ഫാൻസിന് കാണാൻ കഴിയും. അതിന് കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ ഫാൻസിന് അവരെ പോയി മീറ്റ് ചെയ്യാം, അവർക്ക് ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. അതിൽ LA നൈറ്റിനെ കാണാൻ വേണ്ടിയിട്ട് മീറ്റ് ആൻഡ് ഗ്രീറ്റിന് ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് LA നൈറ്റിനെ ആയിരുന്നില്ല, ബ്രോൺ സ്ട്രോമാനെ ആയിരുന്നു. LA നൈറ്റ് അവരെ എല്ലാവരെയും തന്നെ പറ്റിച്ച് തനിക്ക് വയ്യ എന്നെല്ലാം തന്നെ പറഞ്ഞ്, തനിക്കൊരു ഇഞ്ചുറി ആണ് എന്നെല്ലാം തന്നെ പറഞ്ഞ് അവിടെ നിന്നും പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഡബ്ല്യുഡബ്ല്യുഇ തന്നെ ഈ കാര്യം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. LA നൈറ്റിന് ഇഞ്ചുറി പറ്റിയതല്ല, അത് അവർ സ്കെഡ്യൂൾ ചെയ്തത് മാറിപ്പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രോൺ സ്ട്രോമാനെ അവർ LA നൈറ്റിന് പകരം കൊടുത്തിട്ടുള്ളത് എന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം കേർട്ട് ആംഗിളിൽ ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ വിൻസിനെ കുറിച്ച് കേർട്ട് ആംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിൻസ് മക്മഹോൻ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നരകത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് കേർട്ട് ആംഗിൾ അവിടെ ചിരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞത് ഭയങ്കര വൈറൽ ആയതുകൊണ്ട് തന്നെ കേർട്ട് ആംഗിൾ വീണ്ടും വന്ന് പറയുകയുണ്ടായി, താനത് തമാശക്ക് പറഞ്ഞതാണ്, വലിയ കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞതല്ല, ആരും അത് മനസ്സിൽ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് കേർട്ട് ആംഗിൾ പോവുകയും ചെയ്തു. AEWയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പെൻഡ ഡബ്ല്യുഡബ്ല്യുഇയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ ഒരുപാട് റൂമറുകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡബ്ല്യുഡബ്ല്യുഇയുടെ റോ എപ്പിസോഡിൽ ഒരുപാട് പെൻഡയുടെ ലോഗോകളും കാണിക്കുന്നുണ്ട്. പെൻഡ ആൻഡ് റേ ഇവർ രണ്ടുപേരുമായിരുന്നു AEWയിൽ ടാഗ് ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ റേക്ക് 2025 വരെ AEWയിൽ കോൺട്രാക്ട് ഉണ്ട്. പക്ഷെ പെൻഡയുടെ AEW കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിലെ ആദ്യത്തെ റോ എപ്പിസോഡിൽ തിരിച്ചു വരാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. ഡിസംബർ 20 നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ആകെ 1.3 മില്യൺ വ്യൂവേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് വളരെയധികം കുറവാണ്. കഴിഞ്ഞ വർഷത്തെ കൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 28%
ശതമാനമായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ കൗണ്ട് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 13% കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡും റോ എപ്പിസോഡും ഇപ്പോൾ വ്യൂവർഷിപ്പ് കുറഞ്ഞു വരികയാണ്. നല്ല രീതിയിലുള്ള കെട്ടുറപ്പുള്ള സ്റ്റോറി ലൈൻ ഇല്ലാത്തത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ഇനി ജോൺ സീനയും റോക്കും റോമൻ റെയിൻസും എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വ്യൂവർഷിപ്പ് ഉയർത്തിക്കൊണ്ടുവരാമെന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. 2025 റോക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റോറി ലൈനെ കുറിച്ച് മാർക്ക് ഹെൻറി ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. റോക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ലൈനിന്റെ 2 ടീമിനെയും കൂടി OG ബ്ലഡ് ലൈനെയും ന്യൂ ബ്ലഡ് ലൈനെയും ഒരുമിച്ച് വെച്ചുകൊണ്ട് അതൊരു വലിയ ടീമാക്കി മാറ്റണമെന്ന് തന്നെയായിരുന്നു മാർക്ക് ഹെൻറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് ഒരു ഹൈ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്ക് റോക്ക് മാറണമെന്നുള്ളതും WCW കമ്പനിയിൽ എങ്ങനെയാണോ NWO ഉണ്ടായിരുന്നത് അതുപോലെ റോക്ക് WWE നിൽക്കണമെന്ന് തന്നെയാണ് മാർക്ക് ഹെൻറിയുടെ അഭിപ്രായം. ഇവരെല്ലാവരും ഇങ്ങനെ ഒരു വില്ലൻ ടീം ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ കോഡി റോഡ്സിന്റെയോ അല്ലെങ്കിൽ ജോൺ സീനയുടെ ഒരു ടീം ഇവർക്കെതിരെ ഫോം ചെയ്യണം എന്നുള്ളതും കൂടി മാർക്ക് ഹെൻറിയും ടോമി ഡ്രീമറും കൂടി പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ച WWEയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ന്യൂസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.